ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഒരു ഗ്രാമത്തിൽ രഘു എന്നൊരു ദൈവഭക്തനായ കുശവനുണ്ടായിരുന്നു. അവൻ നിർമ്മിക്കുന്ന മൺപാത്രങ്ങൾ വളരെ ഉറപ്പും ഭംഗിയും ഉള്ളവയായിരുന്നു. എന്നിരുന്നാലും ചിലർ അവനെ സ്ഥിരമായി അപമാനിച്ചിരുന്നു. എന്തായാലും ഇവനും ഒരു കുശവനല്ലേ, വെറും മണ്ണുകൊണ്ട് കളിക്കുന്നവൻ എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. രഘു മറുപടിയൊന്നും പറഞ്ഞില്ല, വാക്കുകളാൽ പ്രതികരിച്ചില്ല. പകരം അവൻ തൻ്റെ പണി കൂടുതൽ സൂക്ഷ്മമായി ചെയ്തു. ഓരോ പാത്രത്തിനായും മണ്ണ് ചക്രത്തിൽ വെക്കുമ്പോഴും ഇതാണ് എൻ്റെ മറുപടി എന്ന് അവൻ മനസ്സിൽ പറഞ്ഞിരുന്നു. ഒരു വർഷം കടുത്ത വരൾച്ച വന്നു. അതിഭയങ്കര ചൂട്. പല കിണറുകളും വറ്റി. ദൂരെ നിന്നും വെള്ളം കൊണ്ടുവരുമ്പോഴേക്കും അത് ചൂടായി കഴിയുമായിരുന്നു. അപ്പോൾ രഘു നിർമ്മിച്ച മൺപാത്രങ്ങളായിരുന്നു എല്ലാവർക്കും ആശ്രയം. അന്ന് അവനെ പരിഹസിച്ചവരിൽ ചിലർ രഘുവിനോട് പറഞ്ഞു, നിനക്ക് മറുപടി പറയുവാൻ വാക്കുകളില്ലായിരുന്നു. പക്ഷേ നിൻ്റെ പാത്രങ്ങൾ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നു. നിൻ്റെ പണി മഹത്തരമാണ്. ആ വരൾച്ചയ്ക്ക് ശേഷം ആരും രഘുവിനെ അപമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവനെ അപമാനിച്ചവർ അവനെ ആദരിക്കുവാനും തുടങ്ങി. പലപ്പോഴും പല കാരണങ്ങളാൽ നാമും അപമാനിക്കപ്പെട്ടേക്കാം. അവയ്ക്കെല്ലാം മറുപടി പറയുവാൻ പോയാൽ കൂടുതൽ അപമാനിതരാവുകയുള്ളൂ. വാക്കുകളേക്കാൾ ശ്രേഷ്ഠമാണ് പ്രവൃത്തികളിലൂടെയുള്ള മറുപടി. കാരണം വാക്കിന് മേൽ വാക്കുണ്ട്. എന്നാൽ ശ്രേഷ്ഠമായ പ്രവൃത്തികളെ ആർക്കും ചോദ്യം ചെയ്യുവാൻ ആവില്ല. മറുപടി പറയുവാനില്ലാത്തവർക്ക് മറുപടി നൽകുന്നത് ദൈവമാണ്. ഒരു വിധത്തിൽ അവിടെയുണ്ടായ വരൾച്ച ദൈവത്തിൻ്റെ ഒരു മറുപടിയായിരുന്നു. നിന്ദിതരെയും പീഡിതരെയും ചേർത്ത് പിടിക്കുന്നവനാണ് ദൈവം. ആരും തുണയില്ലാത്തവർക്ക് തുണയാണ് ദൈവം. ദൈവഭക്തി വിശ്വസ്തരായിരിക്കുന്നതിനും ശ്രേഷ്ഠമായ പ്രവൃത്തികൾക്കും നമ്മെ സജ്ജമാക്കുന്നതാണ്. അവിശ്വസ്തതയും ഹീനപ്രവൃത്തികളും നമ്മുടെ ഭക്തി വെറും കപടഭക്തിയാണെന്ന് തെളിയിക്കുന്നവയാണ്. മാത്രമല്ല, സഹജീവികളോടുള്ള വഞ്ചനയുമാണ്. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കുക എന്നതാണ് എല്ലാ അപവാദങ്ങൾക്കും വെറുപ്പിനുമുള്ള മറുപടി. അതെ, ഗുണമേന്മയുള്ള ജീവിതം എല്ലാ അപവാദങ്ങൾക്കും എതിർപ്പുകൾക്കുമുള്ള യഥാർത്ഥ മറുപടി തന്നെയാണ്. ആകയാൽ വാക്കുകളിലൂടെ ചുട്ട മറുപടി നൽകാമെന്ന് കരുതുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് മഹത്തരമായ പ്രവൃത്തികൾ. തന്നെ അപമാനിച്ചവർക്ക് മറുപടി നൽകുവാൻ രഘു ശ്രമിച്ചിരുന്നെങ്കിൽ അവനൊരിക്കലും അവരുടെ ആദരവിന് പാത്രമാകുകയില്ലായിരുന്നു. ശ്രേഷ്ഠമായ ജീവിതമാണ് എല്ലാ അപമാനങ്ങൾക്കും മറുപടി. ആകയാൽ ഉന്നത ചിന്തയും ഉന്നത ജീവിത രീതിയുമുള്ളവരായി ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പുതുക്കി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിലെ അപവാദങ്ങൾക്കും എതിർപ്പുകൾക്കും മധ്യേ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ എല്ലായ്പ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെയുള്ള ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ അനുകൂലമെങ്കിൽ ഞങ്ങൾക്ക് പ്രതികൂലം ആരുമില്ല എന്ന് നിൻ്റെ വചനം പറയും പോലെ, കർത്താവെ, നിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.